നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്ന പോലെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെന്റിലേക്ക് വരണം, പുതിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു 5 സ്റ്റെപ്സ് പറഞ്ഞുതരാം. അത് എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ജേർണി എങ്ങനെയായിരുന്നു, എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ സ്ക്രോളിങ് ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ നോക്കുക. ഞാൻ ഈ ഒരു ജേർണിയിൽ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സംഭവം. കാരണം ഞാൻ സോഷ്യൽ മീഡിയാസിൽ എല്ലാത്തിലും, ഇൻസ്റ്റഗ്രാം ആണെങ്കിലും പിന്നെ അതുപോലെ സ്നാപ്ചാറ്റ് ഇതിലെല്ലാത്തിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതെല്ലാതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പീരീഡിലൊക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഓപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെനിക്ക് ഒരു പരിധി വരെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഞാനത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാണ്ട് പല സമയത്ത് ഞാനത് ക്വിറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമായിരുന്നു കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. സ്നാപ്ചാറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്ത് പോയി. ഇപ്പോഴും ഞാൻ എൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ സ്നാപ്ചാറ്റ് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത്, ഫേസ്ബുക്ക് അങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല, ഭയങ്കരമായിട്ട് കുറവാണ്. കൂടുതലും ഇൻസ്റ്റാഗ്രാമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായത്. അതിൽ പേഴ്സണൽ അക്കൗണ്ട്സ് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത്, പിന്നെ എൻ്റെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെന്റ്, പിന്നെ അതുപോലെ ഫിറ്റ്നസ്സിലേക്കൊക്കെ ഞാൻ വന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു സെപ്പറേറ്റ് പേജ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ അതിൽ റീൽസ് പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ നാട്ടിൽ മാത്രമല്ല പുറത്താണെങ്കിലും ഇൻസ്റ്റഗ്രാമാണ് കൂടുതലും യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു ഏജ് കാറ്റഗറീസ് വെച്ച് നോക്കുമ്പോൾ സ്നാപ്ചാറ്റ് പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാമാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. പിന്നെ അതുപോലെ ഈ ഒരു ജേർണിയിൽ അത് മസ്റ്റാണ്. നിങ്ങളൊരു കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, ഒരു പരിധി വരെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് സ്റ്റോറി കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ലാപ്ടോപ്പിലായിരുന്നു. പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഡൗൺലോഡ് ചെയ്തത്. റീൽസൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാകുന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഒരു സമയം വരെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയായിരുന്നു ഇൻസ്റ്റഗ്രാമും. പിന്നെ അതുപോലെ മറ്റുള്ള എല്ലാ സോഷ്യൽ മീഡിയ, യൂട്യൂബൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ലാപ്ടോപ്പിലാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ അത്രയും ഈ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇപ്പം എങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു ആവറേജ് ഒരു 5 to 6 hours എങ്ങനെ പോയാലും നമ്മൾ സ്ക്രീൻ ടൈം ഉണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ എൻ്റെതൊക്കെ ഇപ്പോൾ കാലങ്ങളായിട്ട് ഭയങ്കര കൂടുതലായിരുന്നു. എങ്ങനെ പോയാലും ഒരു 6 hours 7 hours എങ്ങനെ പോയാലും ഒരു സ്ക്രീൻ ടൈം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫോണിൽ. ഞാൻ പലപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു ഓപ്ഷന് ഉണ്ടായിരുന്നതാണ് ഈ ആപ്പ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്കത് അത്രത്തോളം എനിക്ക് അങ്ങനെ ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എനിക്കറിയില്ല അത് അത്രയും ഹെൽപ്ഫുൾ ആവില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയാസ് എല്ലാം ഒഴിവാക്കാൻ നോക്കുക. നിങ്ങൾ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കുറച്ചും കൂടി സ്ക്രോളിങ് മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം മാക്സിമം കുറക്കാൻ നോക്കുക. അത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും ഭയങ്കര നല്ല രീതിയിൽ കുറക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആയി പോവും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങുക. അതായത് ഒരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുക, അല്ലെങ്കിൽ റണ്ണിങ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തു തുടങ്ങുക. ഞാൻ എപ്പോഴും പറയാം, ഒരു ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കാനാണ്. നാട്ടിലത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഞാൻ ഇവിടെ ആണെങ്കിലും പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത് വർക്കൗട്ട് ചെയ്യാൻ അറിയില്ല. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ജിമ്മിലെ ട്രെയിനറും കാര്യങ്ങളും എല്ലാതും ഉണ്ടാവും. പലപ്പോഴും നമുക്ക് ഇപ്പം ഞാനാണെങ്കിലും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ഞാൻ നാട്ടിലെ ജിമ്മിൽ വെച്ചിട്ടാണ്. പല ഫോംസും കാര്യങ്ങളൊക്കെ എനിക്ക് റെഡിയാക്കി തന്നുള്ള നാട്ടിലെ ട്രെയിനർമാരാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രീ ഓഫ് നോളജ് എന്ന് പറയാൻ യൂട്യൂബ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പല ഫോംസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ടാണെങ്കിലും പഠിക്കാം. ഇല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനർ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ട്രെയിനർ വെക്കുക. പേഴ്സണൽ ട്രെയിനർ എപ്പോഴും നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് പഠിക്കാനും പിന്നെ കറക്റ്റ് ഫോം കാര്യങ്ങളെല്ലാം റെഡിയാക്കാനും നമ്മളുടെ ബോഡീനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ തീരെ ഒന്നിൽക്കും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ജിം മെമ്പർഷിപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ അതൊക്കെ റണ്ണിങ് അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എപ്പോഴും എക്സസൈസ് ചെയ്യുന്നത് നമ്മളുടെ ബോഡീനെ മാത്രമല്ല, അതായത് നമ്മളുടെ മൈൻഡിനെയും കൂടി അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്സ് കംപ്ലീറ്റ് ആയിട്ട് ക്വിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കുക. ലെങ്തി മീൻസ് ഇപ്പോൾ എഡ്യൂക്കേഷണൽ കോണ്ടന്റ്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ അതിൽ തന്നെ ബിസിനസ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ്, പിന്നെ ന്യൂറോ സയൻസ്, ഇതിനെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റുകൾ കേൾക്കുക. ഈ പോഡ്കാസ്റ്റുകൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ ഈ ഒരു ഇനീഷ്യൽ പീരീഡിൽ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ പോഡ്കാസ്റ്റുകൾ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ജേണി തുടങ്ങുന്നത് തന്നെ പോഡ്കാസ്റ്റുകൾ കേട്ടിട്ടാണ്. അതായത് ഞാൻ ഒരു സമയത്ത് എനിക്ക് ജോലി ഇല്ലാണ്ട്, ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ജോലി ഇല്ലാണ്ട് ഇവിടെ ഒരു 2 മാസത്തോളം ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ തുടങ്ങുന്നത്. അതായത് വെറുതെ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് ആൻഡ്രൂ ടേറ്റിൻ്റെ വീഡിയോസാണ് ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. പിന്നെ അത് കേട്ട് ആ പോഡ്കാസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറിനൊക്കെ വീഡിയോസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ ഈ പോഡ്കാസ്റ്റാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഒരുപാട് പുതിയ നോളജുകൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെയല്ല ഈ ലോകത്ത് നടക്കുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചത് മാത്രമായിട്ടല്ല ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോസും പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അല്ലാത്ത നമ്മൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒക്കെ തരുന്ന വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി ഇതുപോലെ ലെങ്തി എഡ്യൂക്കേഷണൽ കോണ്ടന്റ്സ് കാണാം. അതുപോലെ തന്നെ അതിലത്തെ കാര്യങ്ങൾ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇപ്പോൾ ഞാൻ എങ്ങനെ റീപ്ലേസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റൊക്കെ ഒരുപാട് മ്യൂസിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ ജിമ്മിലാണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ ഖുറാന് പിന്നെ അതുപോലെ തന്നെ ഈ പോഡ്കാസ്റ്റുകളാണ് ഞാൻ കൂടുതലും കേൾക്കുക. ഞാനിങ്ങനെ മ്യൂസിക്സ് വെച്ച് വർക്കൗട്ട് ചെയ്യൽ ഇപ്പോൾ ഭയങ്കര കുറവാണ്. ഞാൻ പോഡ്കാസ്റ്റുകളാണ് കൂടുതലും കേൾക്കുക. കാരണം എനിക്കത് ഒരുപാട് ലൈഫിൽ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം മ്യൂസിക്സ് കട്ട് ചെയ്യാന്ന് പറയുന്നത് ചിലർക്ക് അത് അത്ര എളുപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ വർക്കൗട്ട് ആണെങ്കിലും ഞാനും പ്രതീക്ഷിച്ചിരുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് മ്യൂസിക്സ് കേൾക്കണ്ടേ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാനും പോരുന്നത്. പക്ഷേ അല്ല, അത് ഒഴിവാക്കാൻ പറ്റും. 4ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് മണി ഓൺലൈൻ. അത് ഇത്ര എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും ട്രൈ ചെയ്യുക. ഇപ്പം ഇന്ന് തുടങ്ങി നാളെ അല്ലെങ്കിൽ ഇപ്പോൾ 2 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നല്ല പറയുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഒരു മൈൻഡ് സെറ്റിലേക്കെങ്കിലും വരാൻ നോക്കുക. അതായത് ഇപ്പം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് കയറി ഒരു കോർപ്പറേറ്റ് ഓഫീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് കയറി, പിന്നെ ആ ഒരു ടൈം പീരീഡ് ഇപ്പോൾ 9 to 5 എന്നുള്ള ഒരു ടൈം പീരീഡിലുള്ള ജോലിയാണെങ്കിൽ അതിൽ നിന്ന് അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ വേറെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻസ് നോക്കാം. ഇപ്പോൾ ഓൺലൈനിലാണ് ഇപ്പോൾ ഫ്രീലാൻസിങ്, അതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ, ഇതൊക്കെ ഓൺലൈൻ. പിന്നെ അതുപോലെ ക്രിപ്റ്റോ സ്റ്റോക്സ്, ഇതെല്ലാം ഓൺലൈനിൽ കൂടെ വരുന്നതാണ്. ഇപ്പോൾ ഈ ക്രിപ്റ്റോ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളെ കൺട്രോളിലുള്ളതല്ല. പക്ഷേ എങ്കിലും ഫ്രീലാൻസ് പിന്നെ അതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ, ഇതെല്ലാം നമുക്ക് ഒരു പുതിയൊരു സ്കില്ല് പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കുക. ഈ ഓൺലൈൻ അല്ല, അതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ സർവീസസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല പ്രൊഡക്ട്സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും സെല് ചെയ്യുക. എൻ്റെ ഫസ്റ്റത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഏതൊരു പെരുന്നാളിൽ ഞങ്ങളൊരു 3 ഫ്രണ്ട്സ് കൂടിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് കുറച്ച് ക്ലോത്ത്സും കാര്യങ്ങളെല്ലാം എടുത്ത്, ടീഷർട്ട്സ് പിന്നെ അതുപോലെ ഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിൽ വന്ന് അത് സെല് ചെയ്ത് ആ പെരുന്നാളിൻ്റെ ഒരു പീരീഡിൽ ഞങ്ങൾ സെല് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം കിട്ടിയിട്ടൊന്നുമില്ല. ബാക്കി ഒരു 3 ഷർട്ട്സ് ബാക്കി വന്ന് അത് ഞങ്ങൾ 3 പേരും ഞങ്ങൾക്ക് ഓരോ പീസ് ഷർട്ട്സ് കൊടുത്ത് പിന്നെ അതുപോലെ ചെറിയൊരു പ്രോഫിറ്റ് അങ്ങാണ്ട് അതിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ സെല്ലിംഗ് എന്ന് പറയുന്നത്. അത് ഇപ്പോഴും അതൊരു ഓർമ്മയാണ്. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊന്നും സെല്ല് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു അതിൽ നിന്ന് ഇപ്പം ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഫീൽഡ് അല്ലാണ്ട്, അതായത് നമ്മളെ യൂഷ്വൽ ജോബ് അല്ലാണ്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം സെല്ല് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ആ ഒരു നല്ലൊരു മെമ്മറിയാണ് അത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഉണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യാൻ നോക്കുക. ഓൺലൈൻ ആണെങ്കിൽ ഇപ്പോൾ ഫ്രീലാൻസിങ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങളത് സെല്ല് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ നോക്കുക. നമ്മളിത് എന്തെങ്കിലും ഒരു സ്കില്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് നമുക്ക് രണ്ടാമത്തെ മാസം കൊണ്ട് നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, സമയം എടുത്ത് ചെയ്യുക, എല്ലാത്തിനും സമയം കൊടുത്ത് പഠിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ നോക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ചെയ്യുന്ന ആ ജോബ് അല്ലാണ്ട് നമുക്ക് പുറത്തുനിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. 5ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്യൂച്ചറിനെ വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മളെപ്പോഴും നമ്മളുടെ ഗോൾസ് എന്താണ്, നെക്സ്റ്റ് ഒരു 5 വർഷത്തെ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ ഒരു 2 വർഷത്തെ പ്ലാൻ എന്താണെന്നുള്ളത് നമ്മളിപ്പോഴേ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ
ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് വെക്കുക, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അതിലൊരു ഹെൽപ്ഫുൾ ആണതാണ് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഒരു വർഷമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് വിഷൻ ബോർഡ്. നിങ്ങൾ വിഷൻ ബോർഡ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം പിൻട്രസ്റ്റിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഒരുപാട് എസ്തെറ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് പ്രിന്റ് എടുക്കുക, നിങ്ങൾ കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും വെക്കുക. അതൊരു ഒരു വിഷൻ ബോർഡായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് നമ്മളെ ഫ്യൂച്ചറിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു 5 വർഷത്തിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൽ എന്ത് നമ്മൾ ചെയ്യണം, ഇതെല്ലാം വെച്ചിട്ട് ഒരു ചെറിയൊരു വിഷൻ ബോർഡ് ചെയ്യുക. എന്നിട്ട് എന്നും അതിൽ നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ അടുത്ത വർഷത്തിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അടുത്ത ഒരു ജനുവരി 2026 നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം. ഒരു മെറ്റീരിയലിസ്റ്റിക് മാത്രമായിട്ടല്ല, പക്ഷേ എങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ചേഞ്ചസ് എന്താണ്, ഇതെല്ലാം വെച്ചിട്ട് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ഗോൾസ് ഒക്കെ എന്താണെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ എങ്ങനെ ആയിരിക്കും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ എന്ന വ്യക്തി എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനും നമ്മളുടെ പുതിയ അല്ലെങ്കിൽ പല ഡിസിപ്ലിൻസ് ബിൽഡ് ചെയ്യാനും ഇതിനെല്ലാതും ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു 5 പോയിന്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത്, ഏതാണ് ബുദ്ധിമുട്ടായി തോന്നുന്നത് എന്ന് വെച്ചാൽ കമൻറ്റിൽ അറിയിക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.